കിണാശ്ശേരി എന്ന് പറയുമ്പോഴേക്കും പഴയ കിണാശ്ശേരി അല്ല ഇന്നത്തെ കിണാശ്ശേരി. ഇന്ന് ഉത്സവത്തിന് തുടക്കമാവുകയാണ്. ഇന്ന് മുതൽ ഏപ്രിൽ 4 തീയതി വരെയാണ്, ഇന്നലെ മുതൽ ഏപ്രിൽ 4 തീയതി വരെയാണ് ഉത്സവം എന്ന് തോന്നുന്നു അല്ലേ അവിടെ? അതെ അതെ, ഉത്സവത്തിൻ്റെ ആഘോഷവും ഉത്സവത്തിൻ്റെ അന്തരീക്ഷവുമാണ് ഈ റോഡിൻ്റെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടേക്ക് വിശ്വാസികളൊക്കെ അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇന്ന് ചെറിയ പെരുന്നാളാണ്. കിണാശ്ശേരിക്കാർ പതിവായി ഈദ് നമസ്കാരം നടത്തുന്ന ഒരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ ഉത്സവാഘോഷത്തിനുള്ള സെറ്റിട്ട് ഉത്സവാഘോഷത്തിനുള്ള വേദിയും പന്തലൊക്കെ ഇട്ട് കാത്തിരിക്കുമ്പോൾ അതേ വേദിയിലേക്ക് ചെറിയ പെരുന്നാൾ ഈദ്ഗാഹിന് വേണ്ടി ആളുകൾ എത്തുകയാണ്. നമ്മളൊപ്പം ഈ ഈദ്ഗാഹിൻ്റെ കമ്മിറ്റിയുടെ ഭാരവാഹി മണലോടി ആശ്രമിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു ഭയങ്കര സൗഹാർദ്ദം? അതെ അതെ, ഇതൊരു ഭയങ്കര പ്രത്യേകത ഉള്ള ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി 12:30 വരെ ഇവിടെ ഉത്സവം നടക്കുകയാണ്. ശ്രീ പള്ളിയറക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. നമുക്കൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ഭയങ്കര ജഗബോഗയാണ്. അപ്പോൾ നമ്മളൊക്കെ തന്നെ അതിൽ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അമ്പല കമ്മിറ്റി ഇങ്ങോട്ട് വിളിച്ച് നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഇവിടെ ഈദ്ഗാഹ് നടത്തുന്നതാണ്, അപ്പോൾ നിങ്ങൾ ഉത്സവത്തിൻ്റെ ഉള്ളിൽ തന്നെ നടത്തണം എന്ന് പറഞ്ഞ്. അതൊരു ഭയങ്കര സന്തോഷമുള്ളതല്ലേ. കാരണം ഇവർ 10 ദിവസത്തേക്ക് ഉത്സവ കമ്മിറ്റി ഓൾറെഡി ഗ്രൗണ്ടൊക്കെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ജനത്തിനെ നമുക്ക് ഉൾക്കൊള്ളാൻ ഒരു പള്ളിയിലൊന്നും സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈദ്ഗാഹ് തന്നെ വേണം. അപ്പോൾ അതൊരു വലിയ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഉദാഹരണമാണ്. നമ്മളെ കേരളത്തിൻ്റെ ഒരു റിയൽ ലവ് സ്റ്റോറി എന്നൊക്കെ കേട്ടിട്ടില്ലേ, കേരള സ്റ്റോറി എന്നൊക്കെ കേട്ടതിൻ്റെ ഒരു പുതിയൊരു വ്യാഖ്യാനമായിട്ട് നമുക്കിത് മാറ്റാൻ വേണ്ടി പറ്റും. പല കമ്മിറ്റിക്കാരുണ്ടോ അവിടെ? ഉണ്ട് അല്ലേ? ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇതിപ്പോൾ ഈദ്ഗാഹും അതേ ഉത്സവപ്പറമ്പിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതന്നെ നമുക്ക് ലോകത്തിന് മാതൃകയാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും വലിയ നമ്മളെ ചെറിയ കുട്ടികൾ പഠിക്കേണ്ട അതാണ്. കാരണം ഞങ്ങൾ ചെയ്യണത് അത് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നതല്ല, ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട്. ഞാനിപ്പോൾ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടൊരു 30-40 കൊല്ലം പോലെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, ഞങ്ങൾ സംഭാവന പിരിക്കാൻ പോകുമ്പോൾ അവരെ വീട്ടിൽ പോകും, അവരുടെ നിന്ന് വാങ്ങുക, അവരുടെ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ഈ പരിപാടികൾ നടത്തുമ്പോൾ സ്പോൺസറിന് ഒരു വിഭാഗം സ്പോൺസറിനെ അവരാ ചെയ്തു തരിക. ഞങ്ങൾ ഏറ്റ് ഇവിടെ ഒരു കുട്ടികളെ പരിപാടി നടത്തുന്നുണ്ട്. അത് ഫുള്ള് എത്രയോ കൊല്ലങ്ങളായിട്ട് ഇവിടെ ട്രോഫികളൊക്കെ സംഭാവന ചെയ്യണത് മറ്റുള്ള ആളുകളാണ്. അതിൽ കൊടുക്കൽ വാങ്ങലാണ് കോഴിക്കോട്, കേരളം. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞില്ല, ഇത് ഇന്നത്തെ കാലഘട്ടം നമുക്ക് അറിയാലോ. അപ്പോൾ മതത്തിൻ്റെയും ജാതിൻ്റെയും ഒക്കെ പേരിൽ തമ്മിൽ പോരടിക്കുന്ന ഈ ഒരു സമയത്ത് ഇതൊരു ഭയങ്കര ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. ഇവിടെ ഇപ്പോൾ അമ്പലത്തിൽ ഉത്സവമാണെങ്കിലും പെരുന്നാളാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരേപോലെയാണ്. അത് എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് കിണാശ്ശേരിയിലുള്ള പാലിയേറ്റീവ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചാണ്, എല്ലാവരും ഒന്നിച്ചാണ്, എല്ലാ കാര്യത്തിനും ഒന്നിച്ചാണ്. കിണാശ്ശേരിയിൽ നിന്നുള്ള ഒരു റിയൽ കേരള സ്റ്റോറിയാണ്. ഏതായാലും ഈദ്ഗാഹുകൾ എല്ലായിടത്തും അതാണ് രഞ്ജിത്ത്, ഞാൻ അതുകൊണ്ടാണ് ചോദ്യമായിട്ട് തന്നെ അത് ചോദിച്ചത്. കിണാശ്ശേരി പഴയ കിണാശ്ശേരി അല്ല, അങ്ങനെയുള്ള കിണാശ്ശേരികൾ കൂടട്ടെ, മതസൗഹാർദ്ദത്തെ പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ടുള്ള ആഖ്യാനങ്ങൾ വരട്ടെ. അത് സിനിമയായാലും നമ്മൾ നേരിട്ട് കാണുന്ന മനുഷ്യരിലായാലും അങ്ങനെയുള്ള ആഖ്യാനങ്ങൾ ഇന്നത്തെ ദിവസം നമ്മൾ കിണാശ്ശേരിയിൽ നിന്ന് കാണുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ ഈദ്ഗാഹ് പ്രാധാന്യത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഈദ്ഗാഹ് തുടങ്ങുമ്പോൾ തിരിച്ചെത്താം രഞ്ജിത്ത്.